യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു. അപ്പം ഇന്ന് നമ്മൾ എല്ലാവരും കൂടിയിട്ട് എങ്ങോട്ടാണ് പോകണമെന്നായിരിക്കുമല്ലേ, നമ്മളൊരു സ്ഥലം വരെയാണ് പോണത്. അപ്പം ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോഴാണെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പോയേ. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോണ വഴിയിലാണെങ്കിൽ വാക്കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടോ. അപ്പോൾ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദുബായിലുള്ള അമ്പലത്തിലാട്ടോ വന്നേക്കണേ. ഇത് നമ്മളുടെ ജബലലിയിലുള്ള അമ്പലമായിരുന്നു കേട്ടോ. അപ്പോൾ വാവുകുട്ടിയാണെങ്കിൽ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആയിരുന്നു. അച്ഛൻ അമ്മ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഓൾറെഡി മുന്നേ ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ അല്ല, വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ടെമ്പിളിൽ ആദ്യമായിട്ടാട്ടോ പോണേ. അപ്പോൾ പോണ വഴിയാണെങ്കിൽ ഞങ്ങൾ ഗുരുദ്വാരയിലും കൂടി കയറി കേട്ടോ. അപ്പം ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ നല്ല തണവും അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഒരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഏട്ടനാണെങ്കിൽ വാക്കുട്ടൂനെ എടുത്തിട്ട് പോയി. അപ്പോൾ ഞങ്ങളാണെങ്കിൽ പിന്നാലും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഗുരുദ്വാരയാണ്. ഫസ്റ്റ് ഞങ്ങൾ ടെമ്പിളിലാണ് പോയത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതാണ് ടെമ്പിൾ വിചാരിച്ചിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ പറഞ്ഞു ഇത് ഗുരുദ്വാരയാണ്, ടെമ്പിൾ അപ്പുറത്തെ സൈഡാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കാട്ടോ. അപ്പോൾ അമ്മയും അച്ഛനും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ല കാറ്റും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല തണവും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂട്ടിയിട്ട് നല്ല എക്സ്ട്രീം ആയിരുന്നു. അപ്പം ഞങ്ങൾ ആണെങ്കിൽ ഇതാട്ടോ ടെമ്പിള് ഒരു ദുബായ് ഹിന്ദു ടെമ്പിളാട്ടോ. അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കുറേ പേരുണ്ടായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അമ്പലത്തിൽ കയറിയപ്പോൾ നല്ല പീസ്ഫുള്ളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ വ്ളോഗ് എടുത്ത് നിങ്ങൾക്കും കൂടി കാട്ടിത്തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരുന്നു. ഇതാണ് അമ്പലം. അപ്പം ഇതാണ് കേട്ടോ എൻട്രൻസ്. നമ്മൾ ചെരുപ്പ് അവിടെ ഊരിട്ടിട്ട് ഇതാണ് എൻട്രൻസ്. അപ്പം ഇതാണ് കയറി പോണത് കേട്ടോ. അപ്പം ഇതിങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഞാൻ കയറിയപ്പോഴാണെങ്കിൽ എനിക്ക് ഒരു ഇത് തന്നു കേട്ടോ, ഒരു മുണ്ട് പോലെ കെട്ടാൻ. കാരണം ഞാൻ മുട്ടിനെ തൊട്ട് താഴെ വരെയുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ളി കവേർഡ് ആവണമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിപ്പോൾ കാട്ടിത്തരാം. ഈ സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിട്ടിട്ടായിരുന്നു ഞാൻ നടക്കണ്ടായിരുന്നത്. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതാണ് പ്രസാദമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ വേറെ പ്രസാദം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പ്രസാദം ഞാൻ കഴിക്കുന്നത് വഴിയിടാട്ടോ. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ ഗുരുദ്വാരയിൽ പോയി. അപ്പോൾ ഗുരുദ്വാരയിൽ പോകുമ്പോഴാണെങ്കിൽ തലയിൽ എപ്പോഴും കവേർഡായിട്ട് വേണം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് തലയിൽ കവേർഡായിട്ട് ഫുണ്ണുബാബിക്ക് മാത്രം വേഷം കെട്ടായിരുന്നു. ഫുണ്ണുബാബി തലയിൽ ഇടാനൊന്നും സമ്മതിച്ചില്ല. പക്ഷെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തലയിൽ കവർ ചെയ്തിട്ട് ഞങ്ങൾ പോയിട്ടോ. പിന്നെ അവിടെ എത്തിയപ്പോൾ എനിക്കാണെങ്കിൽ സ്കേർട്ട് പോലത്തെ ഇതാ കിട്ടി. ഇതാട്ടോ ഞങ്ങൾ മേടിച്ചു പറഞ്ഞ പ്രസാദം. അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ നമ്മളുടെ ഡേറ്റ്സും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രസാദമായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഐക്കേക്ക് പോയിട്ടോ. അപ്പോൾ അവിടെ ആണെങ്കിൽ നല്ല വൈബായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ വിശക്കണും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഞാനാണെങ്കിൽ പിന്നെ ഫുഡ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമല്ലോ. പിന്നെ വാഷ്റൂമിൽ പോയപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നില്ല. ഓടിപ്പാഞ്ഞ് പഴഞ്ഞു പോയിട്ട് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഫുഡ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു ട്രേ പോലെ നമുക്കൊരു കുട്ടി ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രോളി പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇതുപോലെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ വെച്ചിട്ട് നമുക്ക് ബില്ല് ചെയ്തിട്ട് പോയി കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ ലാംബ് ഷാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷാങ്ക് തന്നെയാന്ന് തോന്നുന്നു പറയണേ, അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കനും റൈസും അതുപോലെ തന്നെ ഡൈനാമിക് ഷ്രിമ്പ് ഇതൊക്കെ ആട്ടോ മേടിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ന്യൂ വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്യാനും. ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ ലാംബ് ഷാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഏട്ടൻ കഴിച്ചിട്ടു. ഏട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തിനാ ഏട്ടൻ്റെ കൈ ഇതാക്കി എന്തോ ചെയ്യണ സെറ്റിങ്സ് എന്തോ ചെയ്യായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ റൈസും പിന്നെ ചിക്കനും കേട്ടോ. ഇതാണ് ഞാൻ മെയിൻലി കഴിച്ചത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഡൈനാമിക് ഷ്രിമ്പ് മേടിച്ചു കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സോസും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഓണിയൻ കട്ട് ചെയ്തതും വെജീസൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു സംഭവം കേട്ടോ. പിന്നെ ഞങ്ങൾ വേറെ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ്റെ ഐറ്റം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ ചിക്കൻ വിങ്സ് പോലെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ. റൈസ് പിന്നെ പ്ലെയിൻ റൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചിക്കൻ വിങ്സ്, പിന്നെ ചിക്കൻ്റെ 2 ഐറ്റം, പിന്നെ ചിക്കനും റൈസും
ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കോക്കും ഫാൻറ്റും ഒക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ ആണെങ്കിൽ എൻ്റെ അമ്മ ഡൈനാമിക് ഷ്രിമ്പ് എൻ്റെ ഫേവറേറ്റ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ റൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണെങ്കിൽ വാഗുട്ടൊക്കെ ഇട്ടിരുന്ന് കളിച്ചു. വാഗുട്ടാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവൻ ചിക്കനൊക്കെ കഴിച്ചു കേട്ടോ. അവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങളിരുന്നു. പിന്നെ ആണെങ്കിൽ അവനാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ കഴിക്കണ ഫുഡൊക്കെ ആയിട്ട് കഴിക്കണേ. പിന്നെ പോവാൻ നിൽക്കുന്ന സമയത്ത് ഇത് അവന് നടക്കണം പറഞ്ഞിട്ടായിട്ട് ബാബി പിടിച്ച് നടക്കണമായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ സൂപ്പർ ക്യൂട്ടായിട്ട് തോന്നി. അപ്പം ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പം ഞങ്ങളാണെങ്കിൽ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ ലൂസി ബാബി ഞങ്ങളെ കാത്തിരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഓടിപ്പാഞ്ഞ് പെടഞ്ഞവൾ വന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കേട്ടോ.